ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചെമ്പ്രത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആനന്ദിന്റെ അടുത്തു നിന്നും തിരിച്ച് അരവിന്ദ് തൃച്ചംബരത്തേക്ക് എത്തുകയാണ്. ഹാളിൽ ശിവരാമകൃഷ്ണൻ വിഷമിച്ച് നിൽക്കുകയാണ്. അരവിന്ദ് ചോദിക്കുകയാണ്, എന്താ അച്ഛാ, എന്തു പറ്റി? കണ്ണീർ തുടച്ചുകൊണ്ട് ശിവരാമകൃഷ്ണൻ പറയുകയാണ്, മനസ്സിന് നല്ല സുഖമില്ല. അരവിന്ദ് പറയുകയാണ്, നമ്മുടെ മനസ്സിന് സുഖം കിട്ടണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സുകൂടി സുഖമായിരിക്കണം. നീ എന്താ അങ്ങനെ പറഞ്ഞത്? അരുതാത്തത് പലതും ഞാൻ കേൾക്കുന്നു, വിശ്വസിക്കാൻ പറ്റാത്തത് പലതും വിശ്വസിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ശിവരാമകൃഷ്ണൻ പറയുകയാണ്. ഉച്ചത്തിൽ അരവിന്ദ് പറയുകയാണ്, അച്ഛനെല്ലാം മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഒന്നും അറിയില്ല എന്ന ഭാവത്തിൽ അച്ഛൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് എന്ന് ശിവരാമകൃഷ്ണൻ വിളിക്കുമ്പോൾ അരവിന്ദ് പറയുകയാണ്, അമ്മയോടുള്ള അച്ഛന്റെ അതിരുകവിഞ്ഞ വിശ്വസ്തതയാണ് ഈ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ അതൊന്നും അറിയുന്നില്ല. ഇനിയെങ്കിലും അച്ഛൻ ഈ കണ്ണൊന്ന് തുറന്ന് കാണ് എന്ന് പറയുമ്പോൾ ശിവരാമകൃഷ്ണൻ പറയുകയാണ്, മതി, നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. പതുക്കെ പതുക്കെ നടന്നു പോകുന്ന ശിവരാമകൃഷ്ണനോട് അരവിന്ദ് പറയുകയാണ്, എന്താ അച്ഛാ, എന്തു പറ്റി? ഞാനും കൂടെ വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. അമ്മയില്ലേ ഇവിടെ? എന്നാ അമ്മയെ കൂട്ടിപ്പോ അച്ഛാ. രണ്ടുപേരും കൂടിയിട്ടാണല്ലോ എന്ന് അരവിന്ദ് പറയുമ്പോൾ വീണ്ടും ശിവരാമകൃഷ്ണൻ ഉച്ചത്തിൽ പറയുകയാണ്, വേണ്ട. അതിനുശേഷം ശിവരാമകൃഷ്ണൻ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം അഖില അരവിന്ദിന്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ അമ്മയെ കാണാൻ മുറിയിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. എന്താന്ന് അഖില ചോദിക്കുകയാണ്. എന്റെ ബ്രോ വീണ്ടും വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഒരിക്കലും ഇനി ഇങ്ങോട്ടില്ല എന്ന ദൃഢപ്രതിജ്ഞയോടെ. അമ്മ അത് അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ? അഖില പറയുകയാണ്, ഇവിടെ താമസിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇറങ്ങിപ്പോകും. അതിന് ഞാൻ എന്തു വേണം? അന്വേഷിച്ചു പോകാൻ അവര് പ്രണയ ജോഡികളൊന്നുമല്ല, ഭാര്യയും ഭർത്താവുമാണ്. ഇവിടെ താമസിക്കാൻ താല്പര്യമില്ലാത്തവർ പൊയ്ക്കോട്ടെ. അരവിന്ദ് പറയുകയാണ്, താല്പര്യമില്ലാഞ്ഞിട്ടല്ല, താല്പര്യമില്ലാതാക്കിയതാണ്. എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തു ചാടിക്കണമെന്ന ദൃഢപ്രതിജ്ഞയോടെ. മരുമകളോടുള്ള പരിധിവിട്ട ശത്രുത ഒരുതരം ഭ്രാന്തായി മാറിയിരിക്കുകയാണ് അമ്മയ്ക്ക്. അതിലൊന്നും ഒരിക്കലും ഒരു മാനസാന്തരം ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. പക്ഷെ പെറ്റു വളർത്തിയ മകനോട് ഒരിറ്റ് സ്നേഹം കാണിക്കാമായിരുന്നു. വീണ്ടും അരവിന്ദ് പറയുകയാണ്, എല്ലാം പോട്ടെ. 10-26 കൊല്ലം അമ്മയുടെ കൂടെ നടന്ന സേവകൻ, കൂടപ്പിറപ്പ്, സ്നേഹിക്കുന്നു എന്ന ഒരു വാക്ക് കള്ളവും പറഞ്ഞ് ജീവിച്ചിരുന്ന കാലയളവ് മുഴുവൻ അയാളെ അപമാനിക്കുകയായിരുന്നു. അത് അമ്മയായിട്ടും ഇളയമ്മയായിട്ടും. എന്നിട്ട് സ്നേഹം കൂടിക്കൂടി വന്നപ്പോൾ സഹിക്കവയ്യാതെ ആ പാവം മനുഷ്യൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ടും വിട്ടില്ല, തിരിച്ചു വിളിച്ചു. എന്തിന്? ആ മനുഷ്യന്റെ ജീവൻ വേണമായിരുന്നു ഇവിടെ ചിലർക്ക്. അരവിന്ദ് എന്ന് ഉറക്കെ വിളിക്കുകയാണ് അഖില. അലറണ്ട, തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും പറയാനുള്ളത് പറഞ്ഞിരിക്കും. ആഠ്യത്യവും കുലമഹിമയും പാരമ്പര്യവും പറഞ്ഞ് വീമ്പിളക്കുന്ന തൃച്ചംബരത്തെ പഴയ മാടമ്പിക്കാരുടെ പിൻതലമുറക്കാരനാണെങ്കിലും എനിക്കല്പം മനുഷ്യത്വമുണ്ട്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞേ മതിയാവൂ. മരുമകളോടുള്ള പക തീർക്കാൻ തിരഞ്ഞെടുത്ത ആ ഇര ഒരു പൂവിതളിന്റെ മനസ്സുള്ള ആ പാവം ദാസേട്ടനായിരുന്നു. ഇറച്ചിക്ക് അറുക്കുന്ന മൃഗങ്ങൾക്ക് പോലും കഴുത്തറുക്കുന്നതിന് മുമ്പ് ഒരിറ്റു വെള്ളം കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു അറവുകാരന്റെ മനസാക്ഷി പോലും കാണിക്കാതെ ഒരു പാതിരാത്രി നടു റോഡിൽ ഇട്ട് തീർത്തു കളഞ്ഞു ആ പാവം മനുഷ്യനെ. അരവിന്ദ് എന്ന് വീണ്ടും ഉറക്കെ വിളിക്കുകയാണ് അഖില. എന്താന്ന് അരവിന്ദ് ചോദിക്കുന്നു. നിഷേധിക്കാൻ കഴിയുമോ അമ്മയ്ക്ക്? എങ്കിൽ നിഷേധിക്ക്. അമ്മയോട് എന്ത് തെറ്റ് ചെയ്തമ്മേ ആ പാവം മനുഷ്യൻ? സ്നേഹനിധിയായ ദാസേട്ടനെ ദയനീയമായ ഒരു മുഖമാണ് എന്റെ മനസ്സിലിപ്പോൾ. അഖിലാണ്ടേശ്വരിയുടെ മകനായി ജനിച്ചതിൽ എനിക്കിപ്പോൾ എന്നെ തന്നെ ശപിക്കാൻ തോന്നുന്നു. മറ്റൊന്നുകൂടി, തൃച്ചംബരത്തേക്ക് അനന്തരാവകാശികൾ വരുന്നു പറഞ്ഞ് ആഹ്ലാദിച്ച് കല്യാണിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. ആദ്യമൊക്കെ മരുമകളോട് അതിരുവിട്ട സ്നേഹപ്രകടനമായിരുന്നു. പിന്നെ അതൊന്നും കണ്ടില്ലല്ലോ. ഒടുവിൽ കല്യാണിയുടെ വയറ്റിൽ വളരുന്ന തൃച്ചംബരത്തെ മൂത്ത മകന്റെ കുഞ്ഞ് ആ ഉദരത്തിൽ വച്ച് തന്നെ ഇല്ലാണ്ടായി. അത് കേട്ട് അഖില ഞെട്ടുകയാണ്. അരവിന്ദ് പറയുന്നു, ഒരു അബോർഷൻ. ആ കുഞ്ഞങ്ങനെ തനിയെ ഇല്ലാതായതല്ല, ഇല്ലാതാക്കിയതാണ്. ഏതോ ഗുളിക ഉള്ളിച്ചെന്നാണ് കല്യാണിക്ക് അബോർഷൻ ഉണ്ടായതെന്ന് ഡോക്ടർ ബ്രോയോട് പറഞ്ഞപ്പോൾ സാക്ഷിയായിട്ട് ഞാനും അവിടെ ഉണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞിനെ താലോലിക്കാൻ കാത്തിരുന്ന കല്യാണി എന്തായാലും അബോർഷന്റെ ഗുളികയൊന്നും കഴിക്കില്ല. പിന്നെ ആര് കൊടുത്തു കല്യാണിക്ക് ആ ഗുളിക? അതും ഒരു കൊലപാതകം തന്നെയാണ്. ചെയ്തവർ ആരായാലും വള്ളി പുള്ളി വിടാതെ കണക്ക് പറയേണ്ടി വരും. ഞങ്ങളോടൊന്നും അല്ല, കൈവിലങ്ങുമായി വരുന്ന പോലീസ് ഓഫീസറോട്. ദാസേട്ടന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് അവര് കണ്ടെത്തും. അരവിന്ദിന് നേരെ കൈ ചൂണ്ടുകയാണ് അഖില. അരവിന്ദ് വീണ്ടും പറയുകയാണ്, അമ്മ അതിൽ നിരപരാധിയാണെന്നാണ് പറയാൻ പോകുന്നതെങ്കിൽ ഒരൊറ്റ ചോദ്യം. ദാസേട്ടൻ മരിക്കുന്ന സമയത്ത് അമ്മ എന്തിന് അവിടെ പോയി? നടു റോഡിൽ ചോരയിൽ പൊടിഞ്ഞ് ജീവന് വേണ്ടി യാചിക്കുന്ന ആ മനുഷ്യനെ സഹോദരനെ പോലെ കരുതിയെന്ന് പറയുന്ന ദാസേട്ടനെ എന്തുകൊണ്ടെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? അമ്മ പറയണം. അമ്മ കാറിന്റെ പിൻസീറ്റിൽ നിന്നും ഇറങ്ങി മുൻസീറ്റിൽ കയറി കാർ ഓടിച്ചു പോകുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പോലീസുകാരുടെ കൈവശമുണ്ട്. ഞാൻ ഒന്നും കൂടി ചോദിച്ചോട്ടെ, അമ്മ ആ കാഴ്ച കണ്ടിട്ട് എന്തിനത് ഞങ്ങളോട് മറച്ചുവെച്ചു? നിഷേധിക്കാനാവാത്ത തെളിവുകളും ഹാജരാക്കി പോലീസുകാരിപ്പോൾ ഇങ്ങോട്ട് വരും.
മറുപടി പറയാൻ അമ്മ കാത്തിരുന്നോ? അതിനുശേഷം അരവിന്ദ് പോകാൻ തുടങ്ങുമ്പോൾ അഖിലാണ്ടേശ്വരി പറയുകയാണ്, നിക്ക്. അഖില പറയുകയാണ്, എന്റെ നേരെ വിരൽ ചൂണ്ടി ഇത്രയും നേരം എന്നെ ചോദ്യം ചെയ്ത തൃച്ചംബരത്തെ അരവിന്ദ് കൃഷ്ണൻ ഇടയ്ക്കൊക്കെ അമ്മയെന്ന് വിളിച്ചാണല്ലോ സംസാരിച്ചത്. അമ്മ എന്ന വാക്കിന്റെ പൂർണ്ണമായ അർത്ഥം നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി നീ പറയണം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന നിന്റെ ഈ അമ്മ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തുവെന്ന് നീ സംശയിക്കുന്നുണ്ടെന്ന്. എന്താ, പറയാമോ? CCTV ദൃശ്യങ്ങൾ നീ കണ്ടോ? ഇല്ലെന്ന് അരവിന്ദ് തലയാട്ടുകയാണ്. പോകാൻ തുടങ്ങുന്ന അഖിലയെ അരവിന്ദ് വിളിക്കുകയാണ്, അമ്മേ. അഖില പറയുകയാണ്, അമ്മ, അമ്മയാണ്. അന്നേരം അരവിന്ദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. പിന്നീട് അഖില അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ്. കല്യാണി ദാസേട്ടന്റെ ഫോട്ടോയെ നോക്കിയിരിക്കുകയാണ്. കല്യാണി ഫോട്ടോ നോക്കി പറയുകയാണ്, അച്ഛാ, ഈ മഹാഭാപിയായ മകളോട് ക്ഷമിക്കണം. ഞാൻ കാരണമാണ് അച്ഛന് പെരുവഴിയിൽ കിടന്ന് മരിക്കേണ്ടി വന്നത്. എനിക്കറിയാം അച്ഛൻ ഞങ്ങളെ സ്നേഹിച്ചു തീർന്നിട്ടില്ല. അനിയൻകുട്ടനെ പഠിപ്പിക്കണമെന്നും ഞങ്ങളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്നും അച്ഛന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അതൊന്നും നിറവേറാതെ എന്റെ അച്ഛൻ പോയതല്ല, അച്ഛനെ പറഞ്ഞയച്ചതാണ്. ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല അച്ഛാ. ഞാൻ ഈ പാപങ്ങൾക്കൊക്കെ എന്തു പരിഹാരമാണ് ചെയ്യേണ്ടത്? അന്നേരം ആനന്ദ് അവിടേക്ക് വരികയാണ്. കല്യാണിയുടെ കയ്യിലിരിക്കുന്ന ദാസേട്ടന്റെ ഫോട്ടോ ആനന്ദ് വാങ്ങി നോക്കുകയാണ്. കല്യാണി പറയുകയാണ്, വലിയ കുഞ്ഞെ. എന്താ കല്യാണി, നിനക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടല്ലോ, ചോദിക്ക്. കല്യാണി ചോദിക്കുകയാണ്, അച്ഛൻ മരിക്കുന്ന സ്ഥലത്ത് അഖില മാഡം ഉണ്ടായിരുന്നോ? അത് സത്യമാണോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആനന്ദ് പറയുകയാണ്, കല്യാണി, പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന CCTV ക്യാമറ എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ കല്യാണി പറയുകയാണ്, അത് കള്ളമായിരിക്കും വലിയ കുഞ്ഞെ. ഇനി അഖില മാഡത്തിനോടൊപ്പം അച്ഛൻ എവിടെയെങ്കിലും യാത്ര പോയിട്ട് വന്നതായിരിക്കുമോ? കല്യാണി, ദാസേട്ടൻ മറ്റാരുടെയോ വണ്ടിയുമായി പാലക്കാട്ടേക്ക് പോയിരിക്കുകയായിരുന്നില്ലേ? പിന്നെങ്ങനെയാ അമ്മയോടൊപ്പം ഉണ്ടാവുന്നേ? കല്യാണി പറയുകയാണ്, പാവമല്ലേ എന്റെ അച്ഛൻ. ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത ആളല്ലേ, എല്ലാവരെയും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നിട്ടും എന്റെ അച്ഛന് ഇങ്ങനൊരു ഗതി വന്നല്ലോ. വീണ്ടും കല്യാണി ചോദിക്കുകയാണ്, എന്തിനാ എന്റെ അച്ഛനെ മാഡം കൊന്നത്? മാഡത്തിന്റെ ശത്രു ഞാനല്ലേ? കൊല്ലണമെങ്കിൽ എന്നെ കൊന്നൂടായിരുന്നോ? എന്തിനാ പാവം എന്റെ അച്ഛനെ ഇല്ലാണ്ടാക്കിയേ? എന്താ വലിയ കുഞ്ഞൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കല്യാണി, നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ശരിയായ ഉത്തരം കിട്ടണമെങ്കിൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അറസ്റ്റ് ചെയ്യപ്പെടണം. അഖിലാണ്ടേശ്വരി അറസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ നീ പരാതി നൽകണം. നിന്റെ അച്ഛന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് സംശയിച്ച് അതിൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകണം. എന്താ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ പ്രതിയാക്കി ഒരു കേസ് കൊടുക്കാൻ നീ തയ്യാറാണോ? പ്രതി നിന്റെ ഭർത്താവിന്റെ അമ്മയാണെന്ന് കരുതി നീ വിഷമിക്കുകയൊന്നും വേണ്ട. ന്യായമായ എന്ത് കാര്യം ചെയ്യുന്നതിലും എന്റെ പിന്തുണ നിനക്കുണ്ടാകും. പരാതി കൊടുക്കാൻ നീ തയ്യാറാണോ? പക്ഷേ എന്റെ അമ്മ തെറ്റുകാരിയാണെന്ന് നിന്റെ മനസ്സിന് ഒരു ഉറപ്പുണ്ടാകണം. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ നിന്നെ ആരും തടയില്ല. ഇത്രയും പറഞ്ഞ് ആനന്ദ് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിയുടെ കാറിൽ പ്രിയങ്കയും വിലാസിനിയും ഗംഗയും വന്നിറങ്ങുന്നതാണ്. തിരിച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങിയ വിലാസിനി പറയുകയാണ്, ഇതാണ് ഉണ്ടായത്. അച്ഛനും മക്കളും മക്കളുടെ ഭാര്യമാരും എല്ലാം കൂടി കൂട്ടയടി. തൃശൂർ പൂരത്തിന് അമിട്ടുകുറ്റികൾക്ക് തീ കൊടുക്കുന്നത് പോലെ. എനിക്കാണെങ്കിൽ ഉത്സവ മഹാമഹമാ. പിന്നെ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും വയ്യായിരുന്നു. പ്രിയങ്ക ചോദിക്കുകയാണ്, സന്തോഷം വന്നാൽ സമാധാനത്തോടെയുള്ള ഉറക്കമല്ലേ ആന്റി വരിക? അയ്യോ, എനിക്ക് നേരെ മറിച്ചാ പ്രിയങ്കേ. തൃച്ചംബരത്ത് എന്തെങ്കിലും കോലാഹലമുണ്ടായാൽ സന്തോഷത്തിമിർപ്പിൽ എനിക്ക് ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രീനി പറയുകയാണ്, അപ്പോൾ ഒരു സ്ലീപ്പിംഗ് മിൽസ് കഴിച്ചേക്കണം. അപ്പോൾ വിലാസിനി പറയുകയാണ്, അപ്പോൾ ഉറങ്ങിപ്പോകില്ലേ? ഉറങ്ങിക്കഴിഞ്ഞാൽ സന്തോഷം ആലോചിച്ച് ആഘോഷിക്കാൻ പറ്റുമോ? അല്ല പ്രിയങ്കേ, ആ ഡ്രൈവർ ദാസിന്റെ മരണത്തിന് പിന്നിൽ വാസ്തവത്തിൽ അഖിലയ്ക്ക് പങ്കുണ്ടോ? അതോ ഇനി ഞാൻ അറിയാതെ നീ ഒറ്റയ്ക്ക് കളിക്കുന്ന കളിയാണോ ഇത്? പ്രിയങ്ക പറയുകയാണ്, അതെ ആന്റി. തൃച്ചംബരത്ത് ഒരു കാലത്തും ഒരു തരത്തിലുള്ള സമാധാനവും ഉണ്ടാകാൻ പാടില്ല. വിഷമവൃത്തത്തിൽ കിടന്ന് അവിടെയുള്ള എല്ലാവരും കറങ്ങണം. അഗ്നിപുരയിൽ കിടന്ന് അവിടെയുള്ള എല്ലാവരും എരിഞ്ഞ് തീരണം. അതിനീ നാഗമടത്ത് പ്രിയങ്ക പല വഴികളും സ്വീകരിക്കും. വിലാസിനി ചോദിക്കുകയാണ്, അല്ല പ്രിയങ്കെ, ദാസ് മരിച്ച സ്ഥലത്ത് അഖില ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലും ഉണ്ട്. അല്ല, ഇത്രയും തെളിവുകൾ കയ്യിലുള്ളപ്പോൾ എന്തുകൊണ്ട് പോലീസ് അഖിലയെ അറസ്റ്റ് ചെയ്യുന്നില്ല? അന്നേരം പ്രിയങ്ക ചിരിക്കുകയാണ്. വീണ്ടും വിലാസിനി ചോദിക്കുകയാണ്, ദാസിന്റെ മരണം നടന്ന അതേ രാത്രി അഖില ഒറ്റയ്ക്ക് കാർ ഓടിച്ച് തൃച്ചംബരത്തേക്ക് വന്നത് ഞാൻ കണ്ടതാണ്. എന്നിട്ട് അഖില എന്നോട് പറയുകയാണ്, നീ ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ഒന്നും അറിഞ്ഞിട്ടുമില്ല എന്ന്. അന്ന് അഖില പറഞ്ഞതിന്റെ അർത്ഥം ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. അന്നേരം ഗംഗ പറയുകയാണ്, ആന്റി, അഖിലയെ കൊല്ലാതെ കൊല്ലണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം.
ശ്രീനി പറയാണ്, അഖില സ്വസ്ഥതയും ഗത്യന്തരവുമില്ലാതെ കിടന്ന് പിടയുന്നത് കാണണ്ടേ? വിലാസിനി പറയാണ്, അത് കാണാനല്ലേ ഞാൻ ഈ ത്യാഗമെല്ലാം സഹിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത്. പ്രിയങ്ക പറയാണ്, ആന്റി, അഖിലക്കെതിരെ കെണിയൊരുക്കിയിട്ടും പടയൊരുക്കിയിട്ടും രക്ഷയില്ലാതെ പല പരാജയങ്ങളും ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ. എന്നാൽ ഒരു പഴുതും ഇല്ലാതെ അഖിലയെ കൈവിലങ്ങണിയിച്ചു കൊണ്ടുപോകുന്നത് കാണാൻ ആന്റി ഒരുങ്ങിയിരുന്നോ? ഒരുപക്ഷെ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയാൽ പോലും കൂട്ടിക്കൊണ്ടുപോകാൻ ആളില്ലാത്ത വിധം അഖില ഒറ്റപ്പെടും. ഉദരത്തിൽ പേറിയ മകൻ പോലും ഉദകക്രിയ ചെയ്യാൻ വരാത്ത വിധം അഖിലയുടെ ശവം വരെ അപമാനിക്കപ്പെടും. അപ്പോൾ തൃച്ചംബരത്ത് മുഴങ്ങി കേൾക്കുന്ന ആജ്ഞയുടെ മാറ്റൊലി ഈ നിൽക്കുന്ന തൃച്ചംബരത്ത് വിലാസിനിയുടേതായിരിക്കും. അന്നേരം വിലാസിനി വളരെയധികം സന്തോഷിക്കുകയാണ്. എന്താ, ഇനി പൊയ്ക്കൂടെ ആന്റിക്ക് സമാധാനമായിട്ട്? പ്രിയങ്കയെ പിടിച്ചുകൊണ്ട് വിലാസിനി പറയുകയാണ്, അയ്യോ, എനിക്ക് അങ്ങോട്ട് സന്തോഷമായി പ്രിയങ്കെ. എന്നാ പിന്നെ ഞാൻ എന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുകയാണ്, ഇതാണ് ആന്റിക്ക് പോകാനുള്ള വണ്ടി എന്ന് പറഞ്ഞ് വേറൊരു കാർ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ പിന്നെ ശരി എന്നും പറഞ്ഞ് വിലാസിനി ആ കാറിൽ കയറി പോവുകയാണ്. പ്രിയങ്ക എന്ന് ശ്രീനി വിളിക്കുമ്പോൾ പ്രിയങ്ക പറയുകയാണ്, കാട്ടുതീയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ജീവികളുണ്ടോ ശ്രീയേട്ട? കാട്ടുതീ വിഴുങ്ങുന്നത് ഒന്നോടെയാണ്, അവശേഷിപ്പിക്കില്ല ഒന്നിനെയും. ആ കാട്ടുതീ പിന്നെ ഈ പോയ വിലാസിനിയെ വെറുതെ വിടുമോ? ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക് യു.